കിച്ചുവാ വിളിക്കുന്നത്, മോനെ വിളിക്കുന്നത്. മോനും ഞാനത് പിണങ്ങിയെന്ന് പറഞ്ഞവർക്ക് അയച്ചു തരാം. പിന്നെ ഷൂട്ടിലാണേ, അമ്മ അയച്ചു തരാം. ഞാൻ ഒറ്റയ്ക്കാണ് ഉറങ്ങാൻ കിടക്കുന്നത്. ആ സമയത്ത് എന്തായാലും ഓർക്കും. ഞാൻ ഓപ്പണായിട്ട് പറയാം, ആ സമയത്ത് എന്തായാലും സൂചിച്ചേട്ടനെ നല്ല മിസ് ചെയ്യും. അവിടെ എല്ലാ ദിവസവും ഒന്നും കരയത്തൊന്നുമില്ല, അങ്ങനെ കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നെഗറ്റീവ്സേ, നിങ്ങളൊക്കെ തരുന്ന ഓരോ നെഗറ്റീവ്സ്, ഓരോ ബോഡി ഷേമിങ്ങും എനിക്കുള്ള ഓരോ പൂമാലകളാണ്, ഓരോ നോട്ടുമാലകളായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പിന്നല്ലാണ്ട് തീർച്ചയായിട്ടും വളരെ ഹാപ്പിയാണ്, സന്തോഷം. എന്താ ഹാപ്പി അല്ലാതിരിക്കണോ? തന്നെ തടി വെച്ചെന്നെ എവിടെ? താങ്ക് യു. ഇനി മാറ്റം ഉണ്ടാകും, കാരണം എന്നെ ബോഡി ഷേമിങ് ചെയ്തവരെയൊക്കെ മുന്നിൽ ഞാൻ മാറ്റം ഉണ്ടെന്ന് പറയിപ്പിക്കണം എനിക്ക്. അതാണ് കളക്ഷൻ. എവിടെ നിന്നാണോ വന്നേ? നോ നോ നോ, അങ്ങനൊന്നും ഇല്ല കേട്ടാ, നമ്മള് പാവങ്ങള് സാധാരണ. ഇല്ല, ഒരു മേക്ക് ഓവർ നടത്തില്ല, ഇച്ചിരി സൺസ്ക്രീൻ കൂടുതലിട്ട്. അതുകൊണ്ടാണ്. ഓ, എന്നെ കളിയാക്കുന്നതെന്ന് എനിക്ക് അറിയാം, എന്നാലും സന്തോഷം. അവിടുന്ന് മതി. താങ്ക് യു സോ മച്ച്. ഓ എന്നെ ജ്യൂസ് കുടിക്കാൻ തുടങ്ങി. ഞാൻ ജ്യൂസ് ഒന്നും കുടിക്കത്തില്ലായിരുന്നു. മാംഗോ, ഓറഞ്ച്, ആപ്പിൾ, പൈനാപ്പിൾ എല്ലാം. ഇല്ല, കയ്പയ്ക്ക എങ്ങനെയാ കുടിക്കുന്നത്? കയ്പാകത്തില്ലേ, അതുകൊണ്ട് കയ്പയ്ക്ക കുടിക്കുന്നില്ല. വേണ്ട, അത്ര കയ്പ് നല്ലതല്ല എനിക്ക്. ഇല്ല ഇല്ല, ഓ അങ്ങനെയൊന്നും ഇല്ല, ഇതുവരെ ഇല്ല. ആ, എല്ലാം നേരിട്ടാണ്. ഇല്ല, ഓ ഇങ്ങനെയൊന്നും ഇല്ല. നമ്മൾ സ്വന്തമായിട്ട് സൺസ്ക്രീൻ ഇടുന്നു, ലിപ്സ്റ്റിക് തേക്കുന്നു, പൊട്ട് ഇടുന്നു, പോരുന്നു. എടാ, ഇതൊക്കെ പറയാൻ എനിക്ക് അറിയില്ല, പഠിച്ചു വരുന്നതേ ഉള്ളടേ. എന്തോ ഒരു ദേവതം കണ്ടിന്യൂറ്റി, ദേവത സിനിമയുടെ കണ്ടിന്യൂറ്റി ഇനിയുണ്ട് സിനിമയെ. അപ്പം ഈ ഒരു നെയിൽ അപ്പം ചേഞ്ച് എന്ന് പറയുന്ന മൂവി ചെയ്തപ്പോൾ ഇത് മുഴുവനും റിമൂവ് ചെയ്തു. കാരണം അതിനകത്തൊരു സാധാരണ അമ്മയായിട്ടാണ്, ഒരു കരയുന്ന ഒരു വീട്ടമ്മ. അപ്പം പോലീസ് സ്റ്റേഷനിൽ വരുന്നത് കഥ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോകും. അപ്പത്തേനും കിച്ചുവാ വിളിക്കുന്നത്, മോനെ വിളിക്കുന്നത്. മോനും ഞാനത് പിണങ്ങിയെന്ന് പറഞ്ഞവർക്ക് ഞാൻ എടുത്തോളാം, സംസാരിച്ചോളാം. അപ്പം എന്താ പറയുക, ദേവതത്തിൻ്റെ കണ്ടിന്യൂറ്റി കേട്ടോ. കിച്ചപ്പ, ഞാൻ വിളിക്കാടാ, ഷൂട്ടിലാ. എന്നാ പിന്നെ അപ്പം അയച്ചു തരാം. പിന്നെ ഷൂട്ടിലാണേ, അമ്മ അയച്ചു തരാം. ശരി. ഓർമ്മകൾ കുറയുന്നുണ്ടോന്നോ? ഇല്ല, ഓർമ്മകൾ കൂടുന്നതേ ഉള്ളൂ. ഓർമ്മകൾ എന്നും ഉണ്ടാവും. തീർച്ചയായിട്ടും. ഞാൻ ഒറ്റയ്ക്കാണ് ഉറങ്ങാൻ കിടക്കുന്നത്. ആ സമയത്ത് എന്തായാലും ഓർക്കും. ഞാൻ ഓപ്പണായിട്ട് പറയാം, ആ സമയത്ത് എന്തായാലും സൂചിച്ചേട്ടനെ നല്ല മിസ് ചെയ്യുന്നുണ്ട്. ഉറങ്ങാൻ ചില ദിവസങ്ങളിൽ മാത്രം, എല്ലാ ദിവസവും ഒന്നും കരയത്തൊന്നുമില്ല, അങ്ങനെ കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സോ ചില ദിവസങ്ങളിൽ മാത്രം. ഞാൻ കരയുന്നത് ആൾക്ക് ഇഷ്ടമല്ല, വഴക്ക് പറയാൻ. നന്നായിട്ട് എന്നെ 2 കാര്യത്തിനാണ് ആൾ വഴക്ക് പറയുന്നത്. ഫുഡ് കഴിക്കാത്തതിനും കരയുന്നതിനും. ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്ന ആൾ. അപ്പം അതൊക്കെ ഓർക്കാറുണ്ട്. പിന്നെ പിള്ളേർക്ക് മിസ്സായല്ലോ അച്ഛനെ, അങ്ങനെ ഒരു രേണു ചേച്ചി മല്ലു മറുകളുടെ ഉത്തരം പറഞ്ഞു മടുത്ത്. ഞാൻ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫസ്റ്റത്തെ വീഡിയോ ഒക്കെ എനിക്ക് നല്ല നൈസ് ആയിരുന്നു, ബോർ ആയിരുന്നില്ല. ഏതാടാ? ഫസ്റ്റ് ഒരു ആദ്യ വീഡിയോ ഇറക്കിയായിരുന്നു, മറ്റേ കല്യാണം കഴിഞ്ഞുള്ള സീൻസിന്റെ അങ്ങനെ. പിന്നെ ചെലങ്ക കെട്ടി തരുന്ന സാധനമുണ്ട്, ആ സാധനം അതൊക്കെ നല്ല ബോറിലാണ്, നന്നായി. അത് ഞാൻ കമന്റ് ചെയ്തു, നന്നായി. അവന്മാര് ഞെക്കി പിഴിഞ്ഞെടുക്കുമല്ലേ. ദാസേട്ടൻ്റെ എൻ്റെ ചാന്തുകുടഞ്ഞൊരു സൂര്യമരത്തിൻ്റെ ഉണ്ടായിരുന്നു, അത് ഭയങ്കര ബോറാകുമ്പോൾ എന്തിനാ അങ്ങനെ കാണിക്കുന്നത്? ഭയങ്കരമായിട്ട് ഞെക്കി പിഴിഞ്ഞ് നീരൊക്കെ എടുക്കുന്ന പോലെയാണ് അവന്മാര് കാണിക്കണം. അങ്ങനൊന്നും അതിനകത്ത് കാണിച്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ആവോ, ആണ്, അത് തന്നെയാണ്. ഈ ഒരു ഇത് അനുസരിച്ച് എനിക്ക് തോന്നുന്നത്. ഇനി നാളെ അത് മാറിക്കൂടുന്നില്ല. മാറിയാലും മാറിയില്ലേലും രേണുസുതി ഇങ്ങനെ തന്നെ നിൽക്കും, മനസ്സിലായോ? ഇനിയിപ്പോൾ എന്നെ എടുത്തിട്ട് ഈ ആൾക്കാരെ എടുത്ത് നിലത്തടിച്ചാലും രേണുസുതി ഇങ്ങനെ തന്നെ നിൽക്കും. വരുന്ന വർക്കുകൾ ചെയ്യും, വർക്കില്ലേലും നമ്മളിങ്ങനെ തന്നെ പോകും. ആണ്, അവർ റീച്ചിന് വേണ്ടിയിട്ടാണ് ട്രോൾ ചെയ്യുന്നത്. അല്ലെ പിന്നെ എന്നെ എന്തിനാ ട്രോൾ ചെയ്യുന്നവർ?
സോ നായകന് മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നി? അതായത് ഈ പറഞ്ഞ നെഗറ്റീവ് ഇല്ല എനിക്ക് ആ കമന്റ് ബോക്സിലൊക്കെ പോസിറ്റീവ് ആയിരുന്നു. എനിക്ക് അങ്ങനെ നെഗറ്റീവായിട്ട് അതും വന്നില്ല. പിന്നെ കണ്ണ് നിറയുന്നുണ്ടല്ലോ. ഫ്ലാഷ് അടിച്ചു. ഇല്ല, എനിക്ക് ഓൾറെഡി ഞാൻ കംഫർട്ട് ആയിരുന്നു. അതുപോലെ തന്നെ അതുകൊണ്ടാണല്ലോ ഇപ്പോൾ അടുത്ത 2 വർക്കുകൾ ഇപ്പോൾ ചേച്ചിയുടെ 2-3 വർക്ക് വന്ന് മൂവിക്ക് കിട്ടി. ഈ ഒരു ആൽബം കാരണം കൊണ്ടാണ് ദയാവെന്ന മൂവിയിൽ ചാൻസ് കിട്ടിയത്. അത് നല്ലൊരു റോളായിരുന്നു. ജിൻഡോൻ്റെ ഫ്രണ്ടായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടിന്യൂറ്റി ആയിട്ടുള്ള വർക്കാണ്. അപ്പോൾ അതെല്ലാം ഈ ഒരു ആൽബം കൊണ്ടും പിന്നെ ആളുടെ ഒരു ഫെയിം കാരണം കൊണ്ട് വന്നൊരു വർക്കാണ്. അപ്പോൾ അതിൽ ഭയങ്കര ഹാപ്പിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായി, ദാസേട്ടൻ്റെ കൂടെ ഉണ്ടായിട്ടൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ട്രാഫിക് ബ്ലോക്ക് ആയി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം, അത് 10 ദിവസത്തിന് ശേഷമാണ് ആ വീഡിയോ വന്നതും അതിനുശേഷമാണ് പലരും പറഞ്ഞതെന്നൊക്കെ പറയാൻ ദാസേട്ടൻ പറഞ്ഞു. അത് സത്യം പറഞ്ഞാൽ ആ സീൻ വരെ ആ ആൽബത്തിൽ നിന്ന് എടുത്തു കളഞ്ഞു. വിപിൻ സാർ സംവിധാനം ചെയ്ത കുണുങ്ങി കുണുങ്ങി എന്ന ആൽബമായിരുന്നു. അപ്പം അത് ആദ്യം ഞാനിങ്ങനെ എൻ്റെ ഒരു ക്യാരക്ടർ ദാസേട്ടൻ്റെ ക്യാരക്ടറിനെ ഇങ്ങനെ എതിർത്ത് നടക്കുന്നു. ഇഷ്ടമില്ല, പുറകെ നടക്കുമ്പോൾ ഇഷ്ടമില്ല. അത് കഴിഞ്ഞ് ഇഷ്ടമായി കഴിഞ്ഞ് വൈസൈഡിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന സീനായിരുന്നു. അപ്പം നമ്മുടെ ഡാൻസേഴ്സാണ് 2 പേര് വന്നിട്ട് അവരൊന്നും പറയണില്ല, മാറി നിൽക്കരുത്. അപ്പം അവിടെ നിന്ന് ഡയറക്ടറാണ് വിളിച്ച് പറയണത് അവരെ മാസ്ക് ആകാതെ സൈഡിൽ കൂടെ പോകും, എന്നെ ദാസേട്ടനെ മാസ്ക് ആകാതെ ആ സൈഡിൽ കൂടെ പോകും. ഇതായിരുന്നു വിഷ്വൽസ് പുറത്തിറങ്ങിയത്. ഇതവർ നമ്മുടെ ആ പ്രൊമോഷന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ അത് ഭയങ്കര രൂക്ഷമായിട്ടുള്ള വിവാദമായി. ഞങ്ങളെ പോലീസ് പിടിച്ചു, എൻ്റെ വീട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞു. റോഡ് സൈഡിൽ നിന്ന് ബ്ലോക്കൊക്കെ. പക്ഷെ കറക്റ്റ് ആ സൈഡിലാണ് ഞങ്ങൾ നിൽക്കണമെന്ന് അത് കണ്ടാൽ അറിയാം. സൈഡിൽ കൂടെ വണ്ടിയും പോകുന്നുണ്ട്. അതിനെ ബ്ലോക്കും ആക്കിയിട്ടില്ല, ഞങ്ങളവിടെ ആരും തടഞ്ഞു നിർത്തിയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. അത് ആ ഒരു സീനായിരുന്നു. ആ സീന് അതോടെ പിഴുതെടുത്ത് കളഞ്ഞിട്ടാണ് വേറെ സീൻ അത് ആക്കിയത്. അത് ഡാൻസേഴ്സ് ആയിരുന്നു. അത് കഴിഞ്ഞോ? മോനും ഉണ്ട്, മക്കൾക്കും ഉണ്ട്, എനിക്കും ഉണ്ട് യൂട്യൂബ് ചാനൽ. ഞങ്ങളുടെ 3 പേരുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. രേണു സുധി എൻ്റെ ചാനൽ. കിച്ചു 1 2 3 എന്നാണ് തോന്നുന്നത്. കിച്ചു സുധിച്ചേട്ടൻ്റെ ഋതപ്പൻ 3 ചാനൽ. 1 വീക്കേ ആയുള്ളൂ. 1 വീക്കല്ല, 2-3 ദിവസം ആയതേ ഉള്ളൂ. എല്ലാവരും സൂചന സ്നേഹിക്കുന്ന എല്ലാവരുടെയും ഒരുപാട് സപ്പോർട്ട്. ഞാൻ കണ്ണ് നിറഞ്ഞു പോയത് അതിനകത്തെ കമൻസ് കണ്ടിട്ടാണ്. അതിന് ഒരുപാട് നാളായിട്ട് ഒത്തിരി പേര് പറയുന്നുണ്ട്, രേണു നീ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. പക്ഷേ ഞാൻ അന്നേരം തുടങ്ങി. എനിക്ക് അതിനുള്ള ഇതൊന്നും ഇല്ല, ഫോണൊക്കെ പഴയതായിട്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്കത് നല്ല രീതിയിൽ തുടങ്ങി തന്നത്. അതിന് ഒരുപാട് നന്ദി. ആ ഫ്രണ്ടിൻ്റെ അടുത്ത് ഒരുപാട് നന്ദി. താങ്ക്സ്. 1 മില്യൺ അടിച്ചതിന് സന്തോഷം. 1 മില്യൺ കഴിഞ്ഞല്ലോ, അതിൻ്റെ സന്തോഷമാണ്. ഞാന് ചേച്ചി ഉള്ളതുകൊണ്ട് എന്തായാലും അത് കേറുന്നുണ്ടായിരുന്നു. ബട്ട് അത് ഇത്ര പെട്ടെന്ന് 1 മില്യണിലേക്ക് കേറുന്നുണ്ട്. എനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലോ. ഞാൻ ഓൾറെഡി ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ആളാണല്ലോ. അപ്പോൾ ഓൾമോസ്റ്റ് ആളുടെ വീഡിയോസ് കാണാൻ വ്യൂവേഴ്സ് ഉണ്ടാവും. പിന്നെ നമ്മുടെ പ്രൊഡ്യൂസർ മൂലം എല്ലാ ആൾക്കാരും നല്ല സപ്പോർട്ട് ആയതാരം കൊണ്ട് വർക്ക് പെട്ടെന്ന് തീർത്ത് എല്ലാം ഇറക്കിയപ്പോൾ തന്നെ ഇറങ്ങണ മുമ്പ് തന്നെ വിഷ്വൽസ് എല്ലാം ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ രംഗങ്ങളുണ്ട് അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇറങ്ങിയപ്പോൾ നല്ല രീതിക്കുള്ള സപ്പോർട്ട് വന്നു. ഹാപ്പി. ഇവന് കുറെ ആരാധകർ കൂടി കേട്ടോ, നായകന് കുറെ ആരാധകർ ഉണ്ട്. ഞാൻ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് 1 മില്യൺ അടിച്ച വർക്കാണ്. പ്രമുഖ നായികമാരെക്കാളും കൂടുതൽ റീച്ചില്ലേ? ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട്. കാരണം നമ്മൾ ഞാൻ ഓരോ മീഡിയസിന്റെ വീഡിയോസ് കാണാറുള്ളതാണ്. അപ്പോൾ അതിൽ അവരുടെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അക്കൗണ്ട് വ്യൂവേഴ്സിന്റെ നോക്കുമല്ലോ. ബട്ട് ആളുടെ വീഡിയോ വരുന്ന സമയത്തും ബാക്കിയുള്ളവന്റെ വീഡിയോ സമയത്തും വ്യത്യാസമുണ്ട്. തെറി പറയാനും കൂടെയാ അല്ല, എന്തിനാണെങ്കിലും വ്യത്യാസമുണ്ട്. ആൾക്കാർ കാണുന്നുണ്ട്, ഓഡിയൻസ് കാണുന്നുണ്ട്. പിന്നെ പോസിറ്റീവ് നെഗറ്റീവ് അത് ഭയങ്കര സന്തോഷം കേട്ടോ. എന്തായാലും എന്നെ ചീത്ത പറയാനാണെങ്കിലും സപ്പോർട്ടിനാണെങ്കിലും നിങ്ങൾ എന്നെ കാണുന്നുണ്ടല്ലോ, അത് തന്നെ എനിക്ക് ഭയങ്കര എല്ലാവർക്കും ഒരു താങ്ക്സ് കേട്ടോ. കാണുന്നുണ്ടല്ലോ, നമ്മളെ പോലെ ഒരു സാധാരണക്കാരി എന്ത് ചെയ്താലും നിങ്ങൾ കാണുന്നുണ്ടല്ലോ. താങ്ക്സ്. ഉണ്ടോ? അതിന് ഒരുപാട് താങ്ക്സ് കേട്ടോ. ഹാർഡ് വർക്ക് ചെയ്ത് പിന്നെയും പിടിച്ച് നിൽക്കുന്നുണ്ടല്ലോ. അല്ല എന്ത് തോന്നുന്നു, സെലിബ്രിറ്റി ആയിരുന്നു? ഒന്നും തോന്നില്ല, സാധാരണ പോലെ തന്നെ. സെലിബ്രിറ്റി ആയെന്നും തോന്നില്ല, അതുപോലൊക്കെ തന്നെ നിൽക്കണം. അങ്ങനെയാണ് ഞാൻ ഇതുവരെയും വന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ റീച്ചുള്ള നായിക കളിയാക്കിയതാണോ? ആണോ? അല്ല, ശരിയാ. നിങ്ങക്ക് വേറെ ജോലിയൊക്കെ ഉള്ളവരല്ലേ, എന്നിട്ടും സുധിയെ കാണാൻ. ഓക്കെ, ശരി. സന്തോഷം, എല്ലാവർക്കും സന്തോഷം. തീർച്ചയായിട്ടും നല്ല അഭിമാനമുണ്ട്. ഒരിക്കലും ഇല്ല. നല്ല മുന്നോട്ട് ഈ തീരുമാനത്തിൽ തന്നെ മുന്നോട്ട് പോകും. ആരെതിർത്താലും എന്ത് വന്നാലും മുന്നോട്ട് പോകും.
ഫാൻസ് ക്ലബ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ, എന്താ അതിനെക്കുറിച്ച് പറയാൻ? എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ എന്തായിരിക്കുന്നത്, അവരുടെ സന്തോഷം, അവർ ചെയ്യണു, അവരുടെ സന്തോഷം, ഞാൻ സപ്പോർട്ടാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ പറഞ്ഞിട്ട് തുടങ്ങിയതൊന്നും അല്ലല്ലോ. അവരുടെ സന്തോഷം, അവർക്ക് തന്നെ ഇഷ്ടമാണ്. അപ്പം ചേച്ചി ചെയ്തോട്ടെ, നിങ്ങളുടെ ഇഷ്ടമെന്നാണ് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത്. എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ഒന്നും അറിയില്ല. അവർ തുടങ്ങി, അത്രേ ഉള്ളൂ. ഒത്തിരി സന്തോഷം. രേണുസുതി ഇൻസ്റ്റാ വാരിയേഴ്സ് എന്തോ അങ്ങനെ സംതിങ് ആണ് തോന്നി. ഞാൻ ഈ 2 ദിവസം ആയതേ ഉള്ളൂ കണ്ടിട്ട്. ഞാൻ കൊളാബ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് അധികം ഞാൻ ശ്രദ്ധിച്ചില്ല. കൾച്ചറൽ ആൻഡ് വെൽഫെയർ അസോസിയേഷൻ പോലെ എനിക്കറിയില്ല, അതൊന്നും അറിയില്ല. എന്നോട് ഫാൻസിന് മുൻതൂക്കം ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഉണ്ടാവില്ലേ? ഉണ്ടാവും, ഉണ്ടാവും. ടിക്കറ്റ് അങ്ങനെയൊക്കെ അയ്യോ, അതിനെപ്പറ്റി എനിക്ക് അറിയില്ലല്ലോ. അത് നമ്മളല്ലോ സിനിമയുടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇപ്പൊ കുറെ സിനിമകൾ ചെയ്തു. ആദ്യം കുറേയൊന്നുമില്ല. സിനിമ ഏതായിരിക്കും? ദയാവധമോ അല്ലെങ്കിൽ ചേഞ്ചോ ഏതേലും ഒന്നായിരിക്കും. അന്ന് കത്തും. കത്തിക്കും. നല്ല ദേവതത്തിൽ സൂപ്പർ റോളാണ്. അത് മനസ്സിലായോ? പിന്നെ അമ്മൂസിന്റെ അച്ഛൻ വന്നോ, ഏതാണ്ട് ചോദിക്കാൻ വന്നതാ.